Ever wondered where your portion of income or salary goes every month? എന്താണ് ഇൻകം ടാക്സ്? ഏതൊക്കെയാണ് വിവിധ തരത്തിലുള്ള ഇൻകംസ്? എങ്ങനെയാണ് ഇൻകം ടാക്സ് അസസ് ചെയ്യുന്നത്? എങ്ങനെയാണ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നത്? ലെറ്റ്സ് ടോക്ക് അബൌട്ട് കീ പോയിന്റ്സ് അബൌട്ട് ഇൻകം ടാക്സ്. വെൽക്കം ടു ടാക്സ് സെയിൽസ് ബൈ SES. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ബേസിക്സ് ഓഫ് ടാക്സസ് ഇൻ ഇന്ത്യയെ പറ്റി ഡിസ്കസ് ചെയ്തു. ഇൻഡയറക്റ്റ് ടാക്സ്, ഡയറക്റ്റ് ടാക്സ് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തു. ഇൻഡയറക്റ്റ് ടാക്സ് എന്നാൽ GST ആണെന്നും ഡയറക്റ്റ് ടാക്സ് ഇൻകം ടാക്സ്, കോർപ്പറേറ്റ് ടാക്സ്, മുനിസിപ്പൽ ടാക്സസ് പെയ്ഡ് എന്നൊക്കെ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ കീ പോയിന്റ് ആയിട്ടുള്ള ഇൻകം ടാക്സിനെ പറ്റി ആണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ഇൻകം ടാക്സ്? ഒരു സാമ്പത്തിക വർഷം ഒരു വ്യക്തിയോ ഒരു എൻറ്റിറ്റിയോ ഏൺ ചെയ്യുന്ന ഇൻകത്തിൻ്റെ മുകളിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ലെവി ചെയ്യുന്നതാണ് ടാക്സ് ആണ് ഇൻകം ടാക്സ്. ഇറ്റ് ഈസ് ഡയറക്ട്ലി പെയ്ഡ് ടു ദ ഗവൺമെൻറ്, സോ ഇറ്റ് ഈസ് ഡയറക്റ്റ് ടാക്സ്. ഇൻകം ടാക്സിനെ ഗവേൺ ചെയ്യുന്ന ലോ ഉണ്ട്, ഇൻകം ടാക്സ് ആക്ട് 1961. ഇൻകം ടാക്സ് 1961 പ്രകാരമാണ് റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഫോർ കളക്ടിങ് ടാക്സ്, ലെവിയിങ് ടാക്സ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റിംഗ് ടാക്സ് ഇൻ ഇന്ത്യ. അതായത് ഇന്ത്യയിലെ ടാക്സ് കളക്ട് ചെയ്യുന്നതും ലെവി ചെയ്യുന്നതും അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നതും ഇൻകം ടാക്സ് ആക്ട് 1961 പ്രകാരമാണ്. ഹൂ ഇസ് ലയബിൾ ടു പേ ഇൻകം ടാക്സ്? ആരൊക്കെയാണ് ഇൻകം ടാക്സ് അടയ്ക്കാൻ ബാധ്യസ്ഥർ? ഇൻകം ടാക്സ് ആക്ട് 1961 പറയുന്ന ഇൻഡിവിജ്വൽസ്, ഓരോ വ്യക്തികൾ, HUF ദാറ്റ് ഇസ് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി, കമ്പനീസ്, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി, പബ്ലിക് കമ്പനി ഓർ വൺ പേഴ്സൺ കമ്പനി, firms, partnerships, limited liability partnership, artificial judiciary persons, association of persons, local authorities and body of individuals. Now, types of income taxed. ഇൻകം ടാക്സ് ആക്ടിൻ്റെ കീഴിൽ പറയുന്നത് 5 ഹെഡ്സ് ഓഫ് ഇൻകം ഉണ്ടായെന്ന് പറഞ്ഞത്. ഇൻകം ഫ്രം സാലറി, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ഇൻകം ഫ്രം ബിസിനസ് ആൻഡ് പ്രൊഫഷൻ, ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻ, ഇൻകം ഫ്രം അതർ സോഴ്സ്. ഇൻകം ഫ്രം സാലറി എന്താണ്? ഒരു എംപ്ലോയർ റിലേഷൻഷിപ്പ് ഉണ്ടാകുമ്പോൾ ഒരു എംപ്ലോയി അയാളുടെ വർക്ക് പെർഫോം ചെയ്യുമ്പോൾ എംപ്ലോയർ കൊടുക്കുന്ന വേതനം, അതായത് സാലറി, അതാണ് ഇൻകം ഫ്രം സാലറി. വാട്ട് ഈസ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി? ഒരു വ്യക്തിക്ക് ഒരു ഹൗസ് പ്രോപ്പർട്ടി ഉണ്ടെന്ന് വിചാരിക്കുക, അത് അയാൾ ലെറ്റ് ഔട്ട് ചെയ്യുക അല്ലെങ്കിൽ റെൻ്റ് ഔട്ട് ചെയ്തെന്ന് വിചാരിക്കുക. അതിൽ നിന്ന് അയാൾ ഏൺ ചെയ്യുന്ന ഇൻകമാണ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ഇൻകം ഫ്രം ബിസിനസ് ആൻഡ് പ്രൊഫഷൻസ്, അതിനെപ്പറ്റി അധികം പറയണ്ട, നിങ്ങൾക്കെല്ലാം അറിയാം. ഒരു വ്യക്തി ബിസിനസ് ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് ആണ് ഇൻകം. അല്ലെ പ്രൊഫഷണൽസ് ആ പ്രൊഫഷണൽ ഡ്യൂട്ടീസ് ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന ഇൻകമാണ് പ്രൊഫഷണൽ ഇൻകം. ഫോർ എക്സാമ്പിൾ, ഡോക്ടർ ജോലി ചെയ്യുന്നു, ഡോക്ടർ ഏൺ ചെയ്യുന്നു, ദാറ്റ് ഈസ് പ്രൊഫഷണൽ ഇൻകം. നൗ വാട്ട് ഈസ് ക്യാപിറ്റൽ ഗെയിൻ? ഒരു ക്യാപിറ്റൽ അസറ്റ് ഒരു വ്യക്തി വിറ്റ് കഴിയുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന അയാൾക്ക് കിട്ടുന്ന ലാഭത്തിനെയാണ് ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത്. ഒരു വ്യക്തിക്ക് വസ്തു ഉണ്ടെന്ന് വിചാരിക്കുക, ആ വസ്തു വിറ്റപ്പോൾ അയാൾക്ക് കിട്ടുന്ന ലാഭം എത്രയോ വാങ്ങിച്ച വിലയും വിറ്റ വിലയും തമ്മിൽ താരതമ്യം ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് എത്രയാണോ അതിൻ്റെ മുകളിൽ അടയ്ക്കുന്ന അതിനാണ് ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത്. ഇൻകം ഫ്രം അതർ സോഴ്സ് എന്തൊക്കെയായിരിക്കും? ഇൻകം ഫ്രം അതർ സോഴ്സ്, ഒരു വ്യക്തിക്ക് കമ്മീഷൻ കിട്ടുന്നു, അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് FD ഉണ്ട്, അതിൽ നിന്ന് ഇൻട്രസ്റ്റ് കിട്ടുന്നു. ഇനി ഒരു ലോട്ടറി എടുത്ത വ്യക്തിക്ക് ലോട്ടറി അടിക്കുമ്പോൾ അതിൽ കിട്ടുന്ന ഗെയിൻ ടാക്സ് ചെയ്യുന്നത്, അതൊക്കെയാണ് ഇൻകം ഫ്രം അതർ സോഴ്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ മറ്റ് 4 ഹെഡ്സ് ഓഫ് ഇൻകത്തിലും വരാത്തതിനെ നമുക്ക് ഇൻകം ഫ്രം അതർ സോഴ്സിനകത്തേക്ക് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. എന്താണ് അസസ്മെൻറ്റ് ഇയർ, എന്താണ് പ്രീവിയസ് ഇയർ? ഈ ഒരു ടോപ്പിക് എല്ലാ ടാക്സ് പഠിക്കുന്ന കുട്ടികൾക്ക് സംശയമുള്ളതാണ്. ആദ്യം നമുക്ക് എന്താണ് പ്രീവിയസ് ഇയർ എന്ന് നോക്കാം. ദ ഫിനാൻഷ്യൽ ഇയർ ഇൻ വിച്ച് ഇൻകം ഈസ് ഏൺഡ് ഈസ് കോൾഡ് പ്രീവിയസ് ഇയർ. ഒരു വ്യക്തിക്ക് ഇൻകം ഏൺ ചെയ്യുന്ന സാമ്പത്തിക വർഷം ഏതാണോ അതിനെയാണ് നമ്മൾ പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് അസസ്മെൻറ്റ് ഇയർ? ദ സക്സീഡിങ് ഇയർ ഓഫ് പ്രീവിയസ് ഇയർ ഈസ് കോൾഡ് അസസ്മെൻറ്റ് ഇയർ. അല്ലെങ്കിൽ സിമ്പിളായിട്ട് പറയാം, ഏൺ ചെയ്ത വർഷത്തെ ഇൻകത്തെ അസസ് ചെയ്യുന്ന വർഷമാണ് അസസ്മെൻറ്റ് ഇയർ. ഫോർ എക്സാമ്പിൾ, ഫിനാൻഷ്യൽ ഇയർ 24-25 അല്ലെങ്കിൽ അതിനെയാണ് പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത്. അതിൻ്റെ അസസ്മെൻറ്റ് ഇയർ എന്ന് പറയുന്നത് അസസ്മെൻറ്റ് ഇയർ 25-26 ആണ്. നൗ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് പാർട്ട്, ഫയലിംഗ് ഓഫ് റിട്ടേൺ.
ടാക്സബിൾ ഇൻകം ഏൺ ചെയ്യുന്ന എല്ലാ വ്യക്തികളും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തിരിക്കണം വിത്തിൻ ഡ്യൂ ഡേറ്റ്സ്. ഇനി ഡ്യൂ ഡേറ്റ്സ് എന്തൊക്കെയാണെന്നോട് പറയാം. എല്ലാ വ്യക്തികളും ഓഡിറ്റ് ഇല്ലാത്ത എല്ലാ വ്യക്തികളും 31 ജൂലൈക്ക് മുമ്പ് ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തിരിക്കണം. ഇനി ഓഡിറ്റ് റിക്വയർ ചെയ്യുന്ന ബിസിനസ്സുകളോ 30th സെപ്റ്റംബറിന് മുമ്പേ റിട്ടേൺ ഫയൽ ചെയ്യും. ഈ 31 ജൂലൈയും 30th സെപ്റ്റംബറും ഒരു സാമ്പത്തിക വർഷം കഴിഞ്ഞതിന് ശേഷം വരെ സക്സീഡിങ് ജൂലൈ 31 സക്സീഡിങ് 30th സെപ്റ്റംബർ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഫിനാൻഷ്യൽ ഇയർ 24-25 കഴിഞ്ഞിരിക്കുകയാണ്. ഇനി എപ്പോഴാണ് നമ്മൾ ആ ഫിനാൻഷ്യൽ ഇയർ 24-25 റിട്ടേണുകൾ ഫയൽ ചെയ്യേണ്ടത്? ഒരു ഇൻഡിവിജ്വൽ ഓഡിറ്റ് ഇല്ലാത്ത ഇൻഡിവിജ്വൽ ആണെങ്കിൽ 31 ജൂലൈക്ക് മുമ്പ് ഫയൽ ചെയ്യണം. ഇനി ഓഡിറ്റ് റിക്വയർ ചെയ്യുന്ന ബിസിനസ്സുകളാണെങ്കിൽ 30th സെപ്റ്റംബറിന് മുമ്പേ റിട്ടേണുകൾ ഫയൽ ചെയ്തിരിക്കണം. നിങ്ങൾ ഒരുപാട് ടാക്സ് അടയ്ക്കുന്നതിനെ പറ്റി വറീഡ് ആണോ? എന്നാൽ നിങ്ങൾക്ക് ഡിഡക്ഷൻസും എക്സംഷനും ഇൻകം ടാക്സ് പ്രൊവൈഡ് ചെയ്യുന്നതിനെ പറ്റി അറിയാമോ? എന്നാൽ അതിനെപ്പറ്റി നമുക്കൊന്ന് നോക്കിയാലോ. ഇൻകം ടാക്സ് ആക്ടിൻ്റെ കീഴിൽ വേരിയസ് ഡിഡക്ഷൻസ് നൽകുന്നുണ്ട്. അതായത് 80C, 80D, 80E തുടങ്ങിയ ഒരുപാട് ഡിഡക്ഷൻസ് ഇൻകം ടാക്സ് പ്രൊവൈഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇൻകം ടാക്സ് നിരവധി എക്സംഷൻസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈക്ക് HRA, LTA, ലീവ് അലവൻസസ് തുടങ്ങിയ അനവധി എക്സംഷൻസ് നൽകുന്നുണ്ട്. ഇതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമുക്ക് പിന്നീട് ചെയ്യുന്നതാണ്. നൗ ടാക്സ് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്ന ആരാണെന്ന് അറിയാം. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻ്റ് ആണ് ടാക്സ് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് CBDT, Central Board of Direct Tax by Ministry of Finance. So for more tax informative videos, please follow Tax Sales by SES. Thank you.